ആദ്യം വന്ന് കുറെ ബസ്സുകൾ ക്ലീൻ ചെയ്യും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോൾ ബസ് കഴുകാൻ നിൽക്കും. ഞാൻ 6:30 ആകുമ്പോൾ വരും. ഒരു 10 മണിയൊക്കെ മുമ്പായിട്ട് പോകും. ഒരു ഭയവുമില്ല. എൻ്റെ സ്വന്തം വീട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ പൊതിച്ചോറ് കൊടുത്തുള്ള ഒരു പരിചയവും എല്ലാവരും എന്നോട് നല്ല സഹകരണവുമാണ്. ഞാൻ വരുന്നതിന് എല്ലാവർക്കും ഇഷ്ടവുമാണ്. അടിച്ചു വരുന്നതൊക്കെ ഒരു 30 വണ്ടിയൊക്കെ അടിച്ചു വരാം. 30 വണ്ടി അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ 1-2 കഴുകാൻ സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ 10-15 വണ്ടിയൊക്കെ അടിക്കാം. 10 വണ്ടിയോളം കഴുകുകയും ചെയ്യാം. ഒരു വണ്ടി അടിച്ചു വാരി കഴുകുന്നതിന് 50 രൂപ കിട്ടും. ഇതിന്റെ ട്യൂമറായിരുന്നു, ഓവേറിയൻ ട്യൂമർ എന്ന് പറയും. അപ്പോൾ ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഗ്യാസ് ട്രബിളാണെന്നും പറഞ്ഞായിരുന്നിരുന്നേ. പിന്നെ ഒട്ടും പറ്റാതായപ്പോഴാണ് ചെക്കപ്പിന് തന്നെ പോയത്. പോയിട്ടും ഒരു 5-8 മാസം പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കാനിങ് പറഞ്ഞിട്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ ഓപ്പൺ സർജറി ചെയ്തു, എല്ലാവരും എടുത്തു. കൊച്ചിൻ ക്യാൻസർ സെന്ററിലാണ് നമ്മൾക്കിത് ചെയ്തത്. 5-6 മാസമാണ് ഞാൻ ജോലി എടുക്കാണ്ട് ഒട്ടും ഇരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതിലേക്കായി. പിന്നെ എന്ന് പറയാനെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ച് തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ എൻഗേജഡ് ആകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തീരെ ഒന്നിനും സമയമില്ല. ഈ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് ഒന്നിനും തളരാനില്ല. നമുക്ക് ഇപ്പം ഇവിടെ വന്ന സമയത്തൊക്കെ എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ട്, ആണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് പോയിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ വരുന്ന സമയത്ത് ചെറിയ പ്രായമായിരുന്നു. അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ വിചാരിച്ചു. പലരും പലതരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഓവേറിയൻ ട്യൂമർ വന്നത് തന്നെ വയറ് വല്ലാണ്ട് വീർത്തിരിക്കുമായിരുന്നു. അപ്പോൾ വേറെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായതാണെന്ന് വരെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അസുഖം വന്നപ്പോൾ നമുക്ക് കൗൺസിലിംഗ് ചെയ്തു. അവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ ജീവിക്കും.